അടുത്ത ബെല്ലോടുകൂടി ഡോക്ടർ KR പ്രസാദും സംഘവും നൃത്തനാടകം ആരംഭിക്കുന്നു. നവഗഡിലെ പ്രജകളെ ഭരിക്കുന്ന സുരേന്ദ്രസിംഹ മഹാരാജാവിന്റെ ഏക സന്താനമായ വീരേന്ദ്രസിംഹ രാജകുമാര, നാഗലോകത്തെ അനുരാഗ കൊട്ടാരത്തിൽ അങ്ങയെ ബന്ധിച്ചിട്ട് 7 പൗർണമി രാവുകൾ കൊഴിഞ്ഞു വീണിരിക്കുന്നു. നുണഞ്ഞാലും നുണഞ്ഞാലും തീരാത്ത മധുചഷകങ്ങളുമായി, പ്രലോഭനങ്ങളുടെ മധുരപുഷ്പങ്ങളുമായി എൻ്റെ തോഴിമാർ ഈ 7 രാവുകളിലും അങ്ങേക്ക് കാവലിരുന്നു. ഇനിയും തീരുമാനം മാറ്റാൻ സാധിക്കുകയില്ലേ? അനുരാഗ കൊട്ടാരത്തിലെ തടവറ സാധ്യമല്ല. നമ്മുടെ മനസ്സിൽ മറ്റൊരു മാണിക്യ വീണയുണ്ട്. നാഗകന്യക പുരുഷന് വേണ്ടി നാഗയക്ഷിയായി മാറരുത്. പുരുഷനു വേണ്ടിയല്ല. അങ്ങനെയാണെങ്കിൽ ശത്രുക്കളെ ഇടിച്ചു വീഴ്ത്തി നാഗകിരീടം നേടിയ ശരീര സൗന്ദര്യമുള്ള മല്ലയുദ്ധ വീരന്മാർ ഇവിടെയുണ്ട്. നമുക്ക് വേണ്ടത് നവഗഡിലെ വീരസന്താനമായ വീരേന്ദ്രസിംഹ രാജകുമാരനാണ്. രാജകുമാരൻ മാത്രം. ഈ രാജകുമാരൻ മറ്റൊരു രാജകുമാരിക്കുള്ളതാണ്. നമ്മുടെ സർവസ്വവും അവളാണ്. തീരുമാന മാറ്റത്തിന് വേണ്ടി ഇനിയും ഭൗതി ഉറക്കമൊഴിയണമെന്നില്ല. 1001 രാത്രികൾ നമ്മുടെ ഒടുങ്ങാത്ത ആഗ്രഹത്തിന് വേണ്ടി ഉറങ്ങാതിരിക്കാനും നമുക്ക് മടിയില്ല. നമ്മുടെ വീരേന്ദ്രസിംഹന് വേണ്ടി മാത്രം. രാജകുമാരി, ദയവായി എന്നെ വിട്ടയക്കണം. അയക്കാം. നമ്മുടെ മെത്തയിലെ മയിൽപ്പീലികൾ മത്സരിച്ച് ക്ഷീണിച്ച് ഇതളുകൾ കൊഴിയുമ്പോൾ നാം അങ്ങയെ 41 നാഗകന്യകകളുടെ അകമ്പടിയോടെ നവഗഡിലേക്ക് യാത്രയാക്കും. അടുത്ത പൗർണമി രാവിലെ എത്തുമെന്ന വാഗ്ദാനം കേട്ടുകൊണ്ട് ഒരു പൗർണമി രാത്രിയിലും ഇവിടുത്തെ മയിൽപ്പീലി മെത്തയ്ക്ക് നമ്മുടെ ശരീരത്തിന്റെ ഗന്ധമറിയാൻ കഴിയില്ല രാജകുമാരി, കഴിയില്ല. എങ്കിൽ 41 കന്യകൾക്ക് പകരം 41 നാഗങ്ങളുടെ കൂടെ തടവറ മാറ്റി കരിങ്കൽ ഗുഹയിൽ അടച്ചിടാനും നാം മടിക്കില്ല രാജകുമാര. പാതാളത്തിലെ ഗുഹാമന്ദിരത്തിൽ അടച്ചിട്ടാലും ശരി, മനസ്സിലെ പെണ്ണിനെ മറന്ന് ഭൗതിയുടെ കൂടെ കഴിയാൻ വീരേന്ദ്രസിംഹനെ പ്രതീക്ഷിക്കരുത്. മനസ്സിലെ പെണ്ണിനെ വേണോ? മാണിക്യക്കല്ലിൽ കൊത്തിയെടുത്ത സിംഹാസനത്തിൽ നമ്മുടെ പ്രിയതമനായിരിക്കണോ? അതോ മരണം വേണോ? എന്തു വേണം? മരണം പുണർന്നാലും ഈ ജന്മം നാം മാറില്ല. നമ്മുടെ മനസ്സിലെ രാജകുമാരി മാത്രമേ നമ്മുടെ പത്നിയാകൂ. എവിടെയുള്ളവളാണ് അവൾ? വിജയഘട്ടിലെ രാജകുമാരി. നമ്മെ തോൽപ്പിക്കാൻ മാത്രം കരുത്തുള്ള ആ രാജകുമാരി ആരാണ്? ഞാനാണ്. ആ രാജകുമാരി ഞാനാണ്. ആരാണ് നീ? ചന്ദ്രകാന്ത.
അഴകിലൊഴുകി വരും അരിയ മധുരമൊഴി നിലവിൽ മലരായി മധുവായി നിറവായി ചന്ദ്രകാന്ത ചന്ദ്രകാന്ത. രാഗദേവഗംഗ ഒരു പ്രേമഗാനത്തിൻ പൂമഴയായി ഒരു പ്രേമ സംഗീത സാഗരമായി ഒരു മന്ദഹാസ കുളിരലയായി അഴകിലൊഴുകി വരും അരിയ മധുരമൊഴി നിലവിൽ മലരായി മധുവായി നിറവായി ചന്ദ്രകാന്ത 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 ചന്ദ്രകാന്ത. ചന്ദ്രകാന്തയുടെ പ്രണയത്തിന്റെ ശക്തിയിൽ പാതാളലോകം വിറച്ചു. ആ പ്രണയാഗ്നിയിൽ എല്ലാം തകർന്നു വീണു. വീരേന്ദ്രസിംഹൻ മോചിതനായി. പക്ഷേ പരസ്പരം കാണാൻ കഴിയാതെ തങ്ങളുടെ കൊട്ടാരത്തിൽ വിരഹമനുഭവിച്ച് കഴിയേണ്ടി വന്നു രണ്ടുപേർക്കും. നവഗഡിലെ പ്രിയപ്പെട്ട രാജകുമാരന് പ്രാണപ്രേയസി ചന്ദ്രകാന്തയുടെ കുറുമാനം എല്ലാ മോഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളിലൊതുക്കി ഒന്ന് കൺകുളിർക്ക് കാണാനുള്ള കൊതിയോടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ചന്ദ്രകാന്ത പ്രേമഗാന ഗംഗ ദേവരാഗ ഗംഗ. മകനെ വീരേന്ദ്രസിംഹ, നിനക്ക് എന്തു പറ്റി? ഇതുവരെ അമൃതയത്ത് പോലും കഴിച്ചില്ലല്ലോ. വിശപ്പ് തോന്നുന്നില്ലമ്മേ. കൊട്ടാരം ഇതിനെ കാണാഞ്ഞതെന്ത്? വരൂ, ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കരുത്. അമ്മ പൊയ്ക്കൊള്ളൂ, ഞാൻ തൽക്കാലം അല്പം വിശ്രമിക്കട്ടെ അമ്മേ. മകനെ, നിനക്ക് എന്താണ് വിഷമം? ഈ അമ്മയോട് പറയൂ, അമ്മ പിതാവിനോട് പറഞ്ഞ് വേണ്ടത് ചെയ്യിക്കാം. ഒന്നുമില്ലമ്മേ, അമ്മ വിഷമിക്കരുത്. ഞാൻ അല്പം കഴിഞ്ഞ് അമൃതത്തിനെത്തിക്കൊള്ളാം. മേഘങ്ങളില്ലാത്ത പൗർണമിയിൽ 7 കുതിരകൾ തെളിക്കുന്ന തേരിൽ ആകാശത്തു നിന്നും
അങ്ങന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് ഞാൻ കിനാവ് കാണുന്നു. ആ കിനാവ് സത്യമാകില്ലേ? ഒന്ന് കാണാൻ, ഒരു നോക്ക് കാണാൻ മാത്രം അങ്ങ് വരില്ലേ? ചന്ദ്രകാന്ത പ്രേമഗാന ഗംഗ ദേവരാഗ ഗംഗ. മകനെ വീരേന്ദ്രസിംഹ, നിനക്കെന്തു പറ്റി? അമൃതയത്ത് പോലും വേണ്ടെന്ന് തോന്നാൻ കാരണമെന്ത്? ഒന്നുമില്ല അച്ഛാ, വിശപ്പ് തോന്നുന്നില്ല. അതൊന്നുമല്ല കാരണം. നിന്നെ മറ്റെന്തോ അലട്ടുന്നുണ്ട്. കാര്യമെന്താണെന്ന് വെച്ചാൽ ഈ പിതാവിനോട് പറയൂ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എന്തോ ഒരു അസ്വാസ്ഥ്യം. കൊട്ടാരം വൈദ്യനെ കാണിക്കേണ്ട രോഗമാണ് നിനക്കുള്ളതെന്ന് നിന്റെ അമ്മ മഹാറാണിയെ പോലെ നാം വിശ്വസിക്കുന്നില്ല. നമുക്കും ഈ നവകടിനും ഏകപുത്രനും രാജകുമാരനും അനന്തരാവകാശിയുമാണ് നീ. നിന്റെ അസ്വാസ്ഥ്യം മഹാരാജാവെന്ന നിലയിൽ നിന്റെ പിതാവിനെ അറിയിക്കൂ. നവകടിൽ കിട്ടാനില്ലെങ്കിൽ ഹിമാലയ സാനുക്കളുടെ അടിവാരത്തിൽ വരെ അശ്വസൈന്യങ്ങളെ അയച്ച് എത്തിച്ചു തരുവാൻ നാം കൽപ്പിക്കാം. പറയൂ, എന്താണ് നമ്മുടെ മകന് വേണ്ടത്? ഒന്നും വേണ്ടച്ചാ.